എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കോടാലി പാടത്താണുള്ളത്. നമ്മളിവിടെ രാമകൃഷ്ണൻ എന്ന ചേട്ടൻ നമ്മളുടെ ഇന്ത്യ എന്നുള്ള പ്രൊഡക്റ്റുകൾ ഈ പാടത്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മളൊരു കാര്യങ്ങളാണ് ജസ്റ്റ് വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സാറ് 18 എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗിക്കുന്ന വളത്തിലേക്ക് നമ്മളുടെ ഭൂവസ്ത്ര ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ആളെ 1/2 ഏക്കറിക്കാണ് നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ഇട്ട് കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു പാക്കറ്റും ഫുള്ളായിട്ട് നമ്മളതിലേക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫി സാറിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ പാടത്ത് നമ്മൾ കൃഷിക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുത്തേക്കുന്നത്. നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഷാഫി സാറാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള നമ്മളെ ഭൂവസ്ത്രയും 18 എന്നുള്ള ആ ഒരു മിശ്രിതം കൂടിയിട്ട് നമ്മൾ ചാക്കിലാക്കിയിട്ട് രാമകൃഷ്ണൻ ചേട്ടൻ്റെ പാടത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ഇടാനായിട്ട്. ടോട്ടല് നമ്മളെ രാമകൃഷ്ണൻ ചേട്ടൻ എടുത്തേക്കണ അവരുടെ വളം എന്ന് പറയുന്നത് 18 ഏകദേശം 30 കിലോനാണ് എടുത്തേക്കണേ. നമ്മളെ ഒരു ഇതിലേക്ക് നമ്മളൊരു 1 പാക്കറ്റ് ഭൂവസ്ത്രയാണ്, 2 കിലോ ഭൂവസ്ത്രയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എടുത്തേക്കണത്. ടോട്ടല് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ രാമകൃഷ്ണൻ്റെ 50 സെൻറ്റോളം വരുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. നമ്മളിപ്പോൾ രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഈ കണ്ടെത്തിയത് നമ്മൾ ഓൾറെഡി പറിച്ചെടുത്തിട്ട് അതിൻ്റെ നോക്കാണ്. വേരുകൾ ഗ്രോത്ത് 1, 2, 3, 4, 5, 6, 7, 8. പുതിയത് കടക്കുന്ന പൊട്ടിയിട്ടില്ല. ആ പഴയ തന്നെയാണ്. ഒന്നുകൂടി കഴിയുന്ന ഭാഷ 1, 2, 3, 4, 5, 6, 7, 8, 9 ആണല്ലോ ഗ്രോത്ത്. ബാക്കി പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. പുതിയതായിട്ട് പൊട്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ചവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് ഒരു 35-40 ദിവസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും എടുത്തു നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ബക്കറ്റാണ് അതിൽ കണക്ക് 10 കിലോ ഒരു കണ്ടതിലേക്ക് അത് വളം ഇടാൻ പോവാണ്. ഓക്കെ, നമ്മളുടെ ഭൂവസ്ത്രം എന്നുള്ള പ്രൊഡക്റ്റ് അതിലുണ്ട് എന്നുള്ളതാണ്. 18 ഭൂവസ്ത്രയാണ് മിക്സ് ചെയ്തിടണത്. 30 കിലോ, 1/2 ഏക്കർ സ്ഥലം. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് മൊത്തം അവിടെ ആൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഫണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തേക്കണേ. അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കണ്ടത്തിൻ്റെ ഭാഗത്താണ് നിൽക്കണേ. അപ്പം നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ ഭൂവസ്ത്ര ഇട്ടു 18 ഒപ്പം നമ്മൾ ഭൂവസ്ത്ര 2 കിലോ മിക്സ് ചെയ്തിട്ട് 30 കിലോ വളത്തിൻ്റെ ഒപ്പം ഇന്നലെ നമ്മൾ യൂസ് ചെയ്തു. ആൾ ഉപയോഗിക്കുന്ന വളത്തിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രോ മാജിക് അഡ്വാൻസുള്ള പ്രൊഡക്റ്റും അതുപോലെ തന്നെ MI സ്പ്രേ പ്ലസ് പ്രൊഡക്റ്റും കൂടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് അതൊരു 5 ലിറ്റർ വെള്ളം എടുത്തേക്കണേ. 5 ലിറ്റർ വെള്ളം ബക്കറ്റിലെടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഫസ്റ്റ് തന്നെ ഗ്രോ മാജിക് എന്നുള്ള പ്രൊഡക്റ്റ് ഒരു കപ്പിൽ ഫസ്റ്റ് തന്നെ കലക്കിയിട്ട് മൊത്തം 50 ഗ്രാം എടുത്തിട്ട് കപ്പിലേക്ക് കലക്കിയിട്ട് 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ MI സ്പ്രേ പ്ലസ് എന്ന പ്രോഡക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 50 ലിറ്റർ വെള്ളമാണ് ഇവിടെ ടോട്ടൽ നമുക്ക് തെളിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. 1/2 ഏക്കർ സ്ഥലത്തേക്ക്, 50 സെൻറ്റ് സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളെ ഗ്രോ മാജിക്ക് 50 ഗ്രാം എടുത്തു. അതിലേക്ക് നമ്മൾ MI സ്പ്രേ പ്ലസ് 25 ml MI സ്പ്രേ പ്ലസ് ഒഴിച്ചു. ഇനി നന്നായിട്ട് നടക്ക് കട്ടൊന്നും കിടക്കണല്ലോ അടിയിൽ. ഓക്കെ അല്ലേ? ഓക്കെ, 1 ലിറ്റർ നമ്മളെ മിശ്രിതം എടുത്തു. ഗ്രോ മാജിക്കും വെള്ളം കളയല്ലേ. ടോട്ടൽ നമ്മൾ ഈ കുറ്റിയിൽ
10 ലിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യണത്. 5 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ 1/2 ഏക്കർ സ്ഥലത്തേക്ക് 50 ലിറ്റർ വെള്ളമാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഓരോ ലിറ്റർ നമ്മൾ മിശ്രിതം കലക്കിയത് 10 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. കിട്ടിയ മിശ്രിതവും കൊണ്ട് നമ്മളെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കണ്ടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അടുത്ത് നടന്നു. ആ ഓക്കെ ഓക്കെ അതന്നെ അല്ല വില്ലടിച്ചോ സ്പീഡ് കൂട്ടണ്ട സൈഡിലേക്ക്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ്ലാൽ, മൈലോഷൻ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ നമ്മളിവിടെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ സ്ഥലത്ത് ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാഫി സാറിൻ്റെ കെയർ ഓഫിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം വന്നേക്കാണ്. ഗ്രോ മാജിക് യൂസ് ചെയ്തതിന് ശേഷം വന്ന് നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് രാമകൃഷ്ണൻ്റെ ഉള്ള കരുത്തുമുണ്ട്, നല്ല ഇലയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുമുണ്ട്, നല്ലൊരു പച്ചപ്പും കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു കൊടിക്ക് നല്ലൊരു ഇത് കാണാൻ വരുന്നുണ്ട് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയ സമയത്ത്. പക്ഷേ ഇപ്പുറത്തെ കണ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഇലയ്ക്ക് അത്രയ്ക്കും ആരോഗ്യമുള്ളതായിരുന്നു തോന്നുന്നില്ല, ഒരു ഉണർവ് ഇലയ്ക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഉണർവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്, കൃത്യമായിട്ട് തന്നെ കണ്ടാൽ അറിയും. നോക്കണ സമയത്ത് ഒരു ചെറിയൊരു വാട്ടൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയധികം റിസൾട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്കൊരു 10-35 ദിവസത്തിന് ശേഷം ഒന്നുകൂടി വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുമാണ് അദ്ദേഹത്തിൻ്റെ പാടം, ഇതും അദ്ദേഹത്തിൻ്റെ കണ്ടാണ്. നമ്മൾ ഷാഫി സാർ നിൽക്കുന്നത് വരെ ഇവിടെ നിന്നോട്ട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടാണ്, രാമകൃഷ്ണൻ ചേട്ടൻ്റെ കണ്ടാണ് വരുന്നത്. ടോട്ടൽ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കണത് നമ്മളുടെ മാങ്കുറ്റിപ്പാടം പാടശേഖര സമിതിയിൽ നമ്മൾ രാമകൃഷ്ണൻ ചേട്ടൻ്റെ പാടത്ത് നമ്മൾ നെല്ലിൽ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രോ മാജിക്കും ഭൂവസ്ത്രീയും അതുപോലെ തന്നെ MS പേപ്പർസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രോത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ കണ്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാം മറ്റുള്ള കണ്ടങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു ഗ്രോത്ത് ഈ ഒരു കണ്ടത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ചെടികൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല പച്ചപ്പുണ്ട്, അതുമാത്രമല്ല നല്ല ഗ്രോത്ത് ഉണ്ട്. മറ്റുള്ള കണ്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ഇത് വേറൊരാളെ കണ്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത് വേണ്ട കട നോക്കി അറിയാൻ പറ്റും, അതേ തിക്നെസ്സും കാര്യങ്ങളും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നല്ല തിക്നെസ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കൂടാതെ നല്ലൊരു പച്ചപ്പ്, കടയിൽ നിന്നോട്ടുള്ള നല്ലൊരു പച്ചപ്പ്, നല്ല തണ്ടി, നല്ല ആരോഗ്യം മറ്റും കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ കിട്ടിയേക്കണം. 10-15 ദിവസം ഉള്ളിൽ തന്നെ കിട്ടിയേക്കണമെന്ന് പറയുന്നത്. നല്ലൊരു ഗ്രോത്തും നല്ലൊരു പച്ചപ്പും കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളാണ് ഫുള്ള് ഇടതൂർന്ന് നിൽക്കുകയാണ്, ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. രാമകൃഷ്ണൻ ചേട്ടൻ്റെ സ്ഥലത്ത് ടോട്ടൽ ഒരു 50 സെൻറ്റിലേക്കാണ് ടോട്ടൽ പ്രൊഡക്റ്റ് കൊടുത്തേക്കണത്. ഇതാളുടെ അപ്പുറത്തുള്ള കണ്ടാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കണ്ടാണ്. ഇവിടെയും നല്ല ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഗ്രോ മാജിക്കും MI സ്പ്രേ പ്ലസും മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത്. ഇതൊരു കടയിലെ ഗ്രോത്താണ് കാണുന്നത്. ഇപ്പം നമ്മളെ ഗ്രോ മാജിക് കലക്കി 7 കപ്പ് വെള്ളത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളത് ഓരോ കപ്പ് 10 ലിറ്ററിൻ്റെ ക്യാനിലേക്ക് ഒഴിക്കുമ്പോൾ ഓരോ കപ്പ് എന്നുള്ള 70 ലിറ്റർ വെള്ളത്തേക്ക് മൊത്തത്തിൽ എടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. നെല്ല് നമ്മളെ ഓപ്പൺ ചാട്ടൻ്റെ നെൽപ്പാടത്തേക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകണം 1 ഏക്കർ. പറഞ്ഞോ. ഇപ്പം നമ്മൾ MI പ്ലസ് നമ്മൾ ഈ ഒരു 70 ലിറ്ററിലേക്ക് എടുക്കാൻ പോകുന്നത് 35 ml എടുക്കണേ. ഓപ്പൺ ചാട്ടൻ, ഈ ഓപ്പൺ ചാട്ടൻ്റെ നെല്ലാണ് നമ്മളിപ്പോൾ ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്നത്. അത് വർഗീസേട്ടൻ ആളാണ് തെളിക്കുന്നത്. ഇതിപ്പോൾ അത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോ മാജിക് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് കലക്കി വെച്ചേക്കണത്. 35 ഇവിടെ ഉണ്ട്.
ഇതാണ് MI സ്പ്രേ സ്പ്രേ പ്ലസ്. നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് നമ്മളുടെ ഗ്രോ മാജിക് മിക്സ് നമ്മൾ 10 ലിറ്ററിന്റെ കുപ്പി വെള്ളം അളന്നിട്ട് കൃത്യമായിട്ട് ഒഴിക്കുകയാണ്. MI സ്പ്രേ പ്ലസ് ഗ്രോ മാജിക്കും കൂടി മിക്സായ മിശ്രിതം ഒരു കപ്പ് 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഓപ്പൺ ചേട്ടൻ്റെ കൈ കൊണ്ട് തന്നെ ഓപ്പൺ ചേട്ടൻ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാൻ ഇല്ല കേട്ടാ. അപ്പം ചേട്ടൻ 10 ലിറ്റർ വെള്ളം ഒഴിക്കും. എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മളുടെ ഗ്രോ മാജിക്കിൻ്റെ ബാലൻസ് വന്നത് നന്നായിട്ട് വൃത്തിയായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി സൂക്ഷിച്ച് വയ്ക്കുക. 3 വർഷം വരെ നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് അടുത്തതിൽ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ ഗ്രോ മാജിക്കും MI സ്പ്രേ പ്ലസും കൂടിയിട്ട് ഉള്ള മിശ്രിതം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ സാധനം നിൽക്കും. അല്ല, നമുക്ക് കയറിക്കോളൂ. അടിക്ക് താഴ്ത്തി പിടിച്ചടിച്ചോ, അല്ല നമുക്ക് കയറണത്. ടോട്ടല് 6 കണ്ടാണ് അടിക്കുന്നത്. ഇതിപ്പോൾ ഒരു കണ്ടാണ്. അപ്പം ചേട്ടൻ അപ്പുറത്തൊരു കണ്ടുണ്ട്, പിന്നെ അവിടെ ഒരു കണ്ടുണ്ട്, അവിടെ ഒരു കണ്ട. ടോട്ടൽ 6 കണ്ടത്തിലാണ് നമ്മളിപ്പോൾ അടിക്കുന്നത്. 1 ഏക്കറേക്കാണ് അടിക്കുന്നത്. ആ ഡ്രോപ്പ് പോണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ ആറ്റം തുടങ്ങി അതാ 2ാമത്തെ പോസ്റ്റ് എത്തണേക്കാൾ മുന്നേ തൊട്ട് ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടം മുതൽ ഓപ്പൺ ചാണ്ടിയാണ് ഈ ഒരു സൈഡ് വരെ. ഈ ഒരു ഏക്കറിലാണ് നമ്മൾ ഓപ്പൺ ചാണ്ട് പ്രൊട്ട് കൊടുത്തേക്കണേ. നമ്മളെ ഓപ്പൺ ചാട്ടൻ്റെ കണ്ടത്തിലെ അവസാനത്തെ കണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിണ്ടിൻ്റെ അപ്പുറത്തേക്കാണ് ഓപ്പൺ ചാണ്ട സ്ഥലം വരുന്നത്. ആറ്റം വരെ ഇതാ അവിടുത്തെ ഒരു മാട്ടം വരെ. നമ്മൾ അവസാനത്തെ ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചാട്ടൻ ഇതാണ്. നമ്മളിപ്പോ ഉണ്ണികൃഷ്ണൻ ചാണ്ട സൈഡിലാണ് 2 പാക്കറ്റ്, ഒരു പാക്കറ്റ് ഇവിടെ 2 പാക്കറ്റ് ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോൾ ഈ ഒരു പാടത്തേക്ക് അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 18 20 കിലോനും സമൃദ്ധി 30 ആണ് എടുത്തേക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവർ കുറവ് എടുത്തിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും ഒരു 50 കിലോ വെച്ചിട്ടാണ് ഇടാറ്. ഇപ്രാവശ്യം അത് നമ്മൾ പകുതിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഗ്രോ മാജിയും കൂടിയും അതിൻ്റെ പാഡ് ഇത് അടിച്ചു കൊടുക്കുന്നതാണ്. നമ്മളുടെ ഭൂവസ്ത്രം മിക്സ് ചെയ്തിട്ട് വളം ഇടാണ്. വളത്തിനോടൊപ്പം ഇടാണ്. ഇതൊരു ഏക്കറിയാണ്. ഇതും ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഏക്കർ വന്നേക്കാണ്. അപ്പം നമ്മളിവിടെ 18 പിന്നെ അതുപോലെ തന്നെ സമൃദ്ധി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ജൈവവളമാണ് നമ്മൾ ഇതിലെടുത്ത് യൂസ് ചെയ്തേക്കണേ. അപ്പം അതിലേക്ക് നമ്മളുടെ ഭൂവസ്ത്ര ഒരു കട പറിച്ചു. ഞാൻ അതിൻ്റെ വേരൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു വേരിനും ഗ്രോ ഇല്ല. ആകെ 1 2 3 4 5 6 7 8 വേരിന് മാത്രമേ ശരിക്കും നല്ലൊരു ബലമുള്ളൂ. ബാക്കിയുള്ള വേരുകൾക്കൊക്കെ ഒരു ശുഷ്കിച്ച പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമ്മളുടെ
ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും എല്ലാം ചേർത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടിയും ഇത് എടുത്തു നോക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ്ലാൽ, സാറിൻ്റെ പേര് ഷാഫി. നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് ഉണ്ണികൃഷ്ണൻ ചാൻ്റെ പാടത്താണ് വന്നേക്കണേ. അപ്പോൾ ആൾ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൾ നമ്മളുടെ ഭൂവസ്ത്ര എന്നുള്ള പ്രൊഡക്റ്റ് വളത്തിൻ്റെ ഒപ്പം ആൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വളത്തിൻ്റെ ഒപ്പം യൂസ് ചെയ്തു. അതിനുശേഷം ഇന്ന് വൈകിട്ട് ഇപ്പോൾ 4 മണിക്ക് ശേഷം നമ്മളുടെ ഗ്രോ മാജിക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും MI സ്പ്രേ പ്ലസ് എന്ന പ്രൊഡക്റ്റും കൂടിയിട്ട് ഇലകളിലേക്ക് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾ ടോട്ടൽ 60 ലിറ്റർ വെള്ളത്തിലാണ് അവർ 1 ഏക്കർ സ്ഥലത്തേക്ക് വെള്ളം ടോട്ടൽ വേണ്ടി വരുന്നത് അടിച്ചെത്തിക്കാനായിട്ട്. അപ്പോൾ 60 ലിറ്ററിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ കൂട്ടാൻ പോകുന്നത് 60 ഗ്രാം ഗ്രോ മാജിക്. ഇപ്പോൾ ഷാഫി സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, കൂട്ടാൻ വേണ്ടി പോവാണ്. 60 ഗ്രാം ഗ്രോ മാജിക്കും അതുപോലെ തന്നെ MI സ്പ്രേ പ്ലസ് ഒരു 5 ml വെച്ചിട്ട് ഒരു 630 ml നമുക്ക് MI സ്പ്രേ പ്ലസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ സാർ, അതിലേക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടാതെ ഒരു ചെറിയ കപ്പിൽ എന്തെങ്കിലും 60 ഗ്രാം ഒരുമിച്ച് നന്നായിട്ട് ഉടച്ച് കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള വലിയ പാത്രങ്ങളിലേക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് തന്നെ ചെറിയ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് ഉടച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് 6 ലിറ്റർ വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ കൂട്ടുന്നത്. ടോട്ടൽ 60 ലിറ്റർ വെള്ളമാണ് ഈ കൃഷി സ്ഥലത്ത് ഈ 1 ഏക്കറിക്ക് മൊത്തം അടിക്കാൻ വേണ്ടി വരുന്ന ടോട്ടൽ വെള്ളത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി എടുക്കാൻ പോകുന്നത് 30 ml. ഞെക്കിക്കോ ജസ്റ്റ് നടിയിൽ. $30 ml 30 ml MI സ്പ്രേ പ്ലസ് ആണ് നമ്മൾ 60 ലിറ്റർ വെള്ളത്തേക്ക് എടുക്കുന്നത്. നമ്മൾ ഗ്രോ മാജിക്കിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചോ ഫുള്ളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കോ. എത്താവണ്ട, കൈത്ത് നന്നായിട്ട് ഇളക്കിക്കോ. അടിവശം ഇതിലേക്ക് 8 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. 10 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ടോട്ടൽ 10 ലിറ്റർ ആയി. നമ്മൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ സ്ഥലത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയേക്കണത് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ 1 ഏക്കറിൽ വരുന്ന പാടത്താണ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ഭൂവസ്ത്രയും ഗ്രോ മാജിക് എന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട്. 50 ദിവസത്തോളമായി നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ കതിര് വരാൻ വന്ന സമയത്ത് നമ്മൾ ഇന്നലെ നമ്മൾ ഗ്രോ മാജിക്കും അതുപോലെ തന്നെ MI സ്പ്രേ പ്ലസും കൂടി നമ്മൾ ഈ 1 ഏക്കറിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കതിര് വരാനുള്ള സമയത്ത്. അപ്പോൾ അതിൻ്റെ ഈ ചെടിയുടെ ഗ്രോത്ത് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് തന്നെ. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി എന്നുള്ളതാണ്. കാരണം നമ്മളെ ഇവിടെ ഒരു 16ാമത്തെ ദിവസമാണ് ഇവർ ഇത് തൈ വെച്ചിട്ട് നമ്മൾ വന്നത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തായിരുന്നത്. അപ്പോൾ 8-9 കടയാണ് ഒരു ഇതിൽ വന്നിട്ടുണ്ടായുള്ളൂ, അതിൻ്റെ ചുവപ്പ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 33ഓളം ഒരു 35 അടുത്തോളം ഇപ്പം തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ഗ്രോത്തും കാണുന്നുണ്ട് ഓരോ ചെടിക്കും. അത്രയധികം മറ്റേ ഇതേ ലെവലിൽ നിൽക്കണ്ടായി, ഇതിൻ്റെ ഏകദേശം പകുതി ലെവലിൽ നിൽക്കണ്ടായ ചെടിക്ക് ഈ പുതിയ ചെടി 16ാമത്തെ ദിവസം വച്ചതിന് ശേഷം അതിനേക്കാൾ ഗ്രോത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നല്ല കരുത്തും എല്ലാം നമുക്ക് ചെടിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത്രയും നല്ല കരുത്തിലാണ് ചെടി വന്നേക്കണത്, കാണാൻ പറ്റുന്നുള്ളതാണ്. നല്ലൊരു ഗ്രോത്ത് ഓരോ ചെടിക്കും കണ്ടത്തിലും വന്നിട്ടുണ്ട്. ഈ ഒരു കട നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റിയിരിക്കും. അത്ര നല്ലൊരു ഗ്രോത്ത്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26,
27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44 കടേ. അമേസിങ് റിസൾട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 45 ഇപ്പം എണ്ണിയ സമയത്ത് 45ഓളം ചുനപ്പ് നമ്മൾ ഈ ഒരു നെല്ലിന് ഓരോ ചെടിക്കും കിട്ടിയിട്ടുള്ളതാണ് പറയണത്. അത്രയും അമേസിങ് റിസൾട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഈ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുക, റെക്കമെൻഡേഷൻ ചെയ്യുക. നമ്മളെ ഈ രാസവളങ്ങളുടെ അളവിനെ വളരെയധികം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ ആകെ യൂസ് ചെയ്തിരുന്നത് ഏകദേശം ഇവിടെ സാധാരണ ഇതിൽ 50 കിലോ യൂറിയാണ് യൂസ് ചെയ്യാറ്. മറ്റേ 18 യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഇപ്രാവശ്യം പകുതിയായിട്ട് കുറച്ചു. ഏകദേശം ഒരു 30 കിലോനാണ് എടുത്തുള്ളത്. ഏകദേശം 25-30 കിലോനാണ് ഇപ്രാവശ്യം നമ്മൾ ഇവിടെ കണ്ടങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റാണ് ബാക്കിയെല്ലാം യൂസ് ചെയ്തേക്കണത് തന്നെ. ഇനി അടുത്ത പ്രാവശ്യമാവുന്ന സമയത്ത് നമ്മൾ ഉണ്ണികൃഷ്ണൻ സാർക്ക് ഈ പ്രൊഡക്റ്റുകളൊന്നും ഇത്രയധികം രാസവളങ്ങളുടെ ആവശ്യം വരില്ല, ഒട്ടും വേണ്ട എന്നുള്ളതാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് മാത്രം മതി. ഈ ചാണകവും പിന്നെ മറ്റുള്ള നമ്മളുടെ ഓർഗാനിക്കായുള്ള വളങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ ആരോഗ്യവും നമ്മളെ എല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഇനി വരുന്ന കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് എന്നുള്ള കമ്പനിയിൽ ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡിലൂടെ നമ്മളുടെ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കുക, നിങ്ങളെ എല്ലാ കർഷകരിലേക്കും എത്തിക്കുക എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഗ്രോമാജിക്കും MI സ്പ്രെപ്രസും കൂടി നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ചീരയ്ക്കും വെണ്ടയ്ക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മാറ്റം ഇപ്പോൾ ഇതിന് കാണുന്നുണ്ട്. നമ്മൾ ഉണ്ണികൃഷ്ണൻ ചാണ്ട പാടത്താണ് വന്നേക്കണേ. നെല്ലിലടിച്ചിട്ടുണ്ട് പ്രൊഡക്റ്റുകൾ. നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഭൂവസ്ത്രയും ഗ്രോമാജിക്കും അപ്ലൈ ചെയ്യാൻ പോവാണ്. പയറുണ്ട്, അതുപോലെ തന്നെ ഒരു 200 കടയോളം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഉണ്ണീഷൻ ചേണ്ട സ്ഥലത്താണ് ഇവിടെ ഇത്, മാങ്ങുറ്റിപ്പാടം. ഹലോ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മളുടെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ പാടത്ത് നമ്മൾ വെണ്ടയും അതുപോലെ തന്നെ പയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഭൂവസ്ത്രയും ഗ്രോമാജിക് കടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായി. അതിന് ശേഷം നമ്മളൊരു റിസൾട്ട് നോക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നമ്മൾ ഈ പാടത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാത്തിലും നല്ല രീതിയിലുള്ള ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. വെണ്ട വന്നിട്ടുണ്ട് നല്ല രീതിയിൽ, നല്ല ഗ്രോത്തോടെയാണ് വെണ്ടകൾ വന്നേക്കണേ. അത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരമാവധി വലിപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിലും അങ്ങനെയുള്ള റിസൾട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ. ഒരേ സൈസിലുള്ള വെണ്ടകളാണ്, അതും അതിൻ്റെ പരമാവധി വലിപ്പത്തിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഇത് ഏകദേശം കണ്ടറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200-250ഓളം വെണ്ടത്തൈകളാണ് ആളിവിടെ വച്ചേക്കണത്. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് എത്രയധികം വെണ്ടത്തൈകളും വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പയറും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ അറ്റം വരെ പയർ വച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 50-60 സെൻറ്റോളം ഉണ്ട്. ആ ഫുള്ള് ഇത്ര ഏരിയയിൽ ഫുള്ള് ഇതാണ് വച്ചേക്കണേ, വെണ്ടയും അതുപോലെ തന്നെ പയറാണ് വച്ചേക്കണേ. എല്ലാത്തിലും നോക്കണ സമയത്ത് നല്ല ഗംഭീര റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാത്തിലും എന്താ പറയുക, നല്ല സൈസിലുള്ള വെണ്ടക്കായാണ് വന്നേക്കണേ. നല്ല സൈസ്, അതിൻ്റെ ഹെവി സൈസിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാത്തിലും ഒരേ വലിപ്പത്തിലുള്ളതാണ് വന്നേക്കണത്. അതുതന്നെയാണ് മൈലേഷൻ എന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇൻറ്റേഗ്ര എന്നുള്ള നമ്മൾ ഈ ഒരു ബ്രാൻഡ് കൃഷിയുടെ ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഇതൊന്നും വളമല്ല, വളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അങ്ങനെയുള്ള നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ, കൃഷിക്ക് ആവശ്യമായുള്ള ഉൽപ്പന്നങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും അമേസിങ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരേ വലിപ്പം തന്നെയാണ് എല്ലാത്തിലും വന്നേക്കണത്. എന്തെങ്കിലും കേടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. കണ്ടോ, വലിപ്പം നോക്കി കണ്ട് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു വലിപ്പം നോക്കണ സമയത്ത് അറിയാൻ പറ്റും. ഇത്രയ്ക്കധികം എൻ്റെ കൈ വെച്ചേക്കണ കണ്ട് അറിയാൻ പറ്റും. നല്ലൊരു വലിപ്പത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്.
അതും ഒരേ വലിപ്പത്തിൽ തന്നെയാണ് എല്ലാത്തിനും വന്നേക്കണത്. വേറെ കേടോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കണ്ടറിയാൻ പറ്റും, വലിപ്പം കണ്ടറിയാൻ പറ്റും. ഇത്രയേറെ വലിപ്പത്തിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഉണ്ണീഷഞ്ഞാൻ്റെ സ്ഥലത്താണ് വന്നേക്കണത്. വെണ്ട കടയിലാണ് വന്നേക്കണത്. അവിടെ നട്ടേക്കണത് 200 കൂടുതൽ ഉണ്ട് വെണ്ട. ആ ഒരു റിസൾട്ട് ഇവിടെ നമ്മളെ ഉണ്ണീഷഞ്ഞാനെ സഹായിക്കാൻ വരെ നമ്മളൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് വിനിത എന്നാണ്, ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ ഓൾറെഡി അറിയാം, അവരാണല്ലോ സ്ഥിരമായിട്ട് പൊട്ടിക്കാൻ. ഉണ്ണീഷൻ ഞാൻ ഇവിടേക്കൊന്ന് വന്ന് സൈറ്റിലേക്കൊന്നും വരാൻ പറ്റില്ല, ആൾക്കാരിന് വയ്യാത്ത കൊണ്ട് തന്നെ ഇവിടേക്കൊന്ന് വന്ന് നോക്കാൻ പറ്റാത്ത കാരണം ചേച്ചിക്ക് ഇതിനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ശരിയല്ലേ, മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ പയറിലാണെങ്കിൽ നമ്മൾ ചുവന്ന പയറിലാണെങ്കിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ, നീളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മുന്നത്തെക്കാളെ അപേക്ഷിച്ചിട്ട് നീളം വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തുടക്കം തൊട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ അടിച്ചു കൊടുത്തുള്ളൂ ഗ്രോ മാജിക്കും MS സ്പ്രേ പ്ലസും. അതിൻ്റെ ഒരു ചെറിയ മാറ്റമാണ്. അളവിൽ കൂടുതൽ വന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി എണ്ണം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഓ, അത്ര തന്നെ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പിന്നെ ഇവിടുത്തെ വെണ്ടയിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഭൂവസ്ത്രീ ഒന്നും വേണ്ട രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കൂടി അതിൽ റിസൾട്ട് ഉണ്ടായിരുന്നില്ലേ, ഇതിൽ അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നെ ഒറ്റ പ്രാവശ്യം അടിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് നമ്മൾ തുടക്കത്തിലെ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് തുടക്കത്തിലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭൂവസ്ത്രീയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോ മാജിക് അടിയിൽ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ MI സ്പ്രേ പ്ലസും ഗ്രോ മാജിക്കും കൂടിയിട്ട് ഇലയിൽ നമ്മൾ തെളിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി യൂസ് ചെയ്യണം. ഇപ്പോൾ പൂ വരണ കണ്ട് സമയത്ത് യൂസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പം നമ്മളത് വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ പ്രാവശ്യം ഒന്നുകൂടി അടിച്ചു കൊടുക്കണം. ഗ്രോ മാജിക് ഒന്ന് അടിച്ചു കൊടുക്കണം, കാരണം ഉള്ളത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ചേച്ചിയുടെ ഇതിൽ എന്താ അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട്? നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്, നല്ലൊരു പുഷ്ടി കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരേ വലിപ്പത്തിലേക്ക് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ, നല്ല വലിപ്പത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ല അതിൻ്റെ പരമാവധി വലിപ്പത്തിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയധികം സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചേച്ചിയുടെ വാക്കുകൾ കേട്ടു. അപ്പോൾ എല്ലാവരും തന്നെ എന്തായാലും ചേച്ചി അർത്ഥോളൂ. ഇതാണ് നമ്മളുടെ ഇത്. വലിപ്പമുള്ളതൊക്കെ ഉണ്ട്, എല്ലാം ഒരേ വലിപ്പത്തിലേക്ക് ഈ വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചാക്കിലിട്ട് വെച്ചേക്കുന്നതാണ് പൊട്ടിച്ചിട്ട്. അതിന്റെ ഒക്കെ റിസൾട്ട് കണ്ടറിയാൻ പറ്റും. കണ്ടല്ലോ, ഒരേ ഒക്കെ കിളുന്താണ് കാണുമ്പോ, നല്ല കിളുന്ത് സാധനം, നല്ല ഇത്രയും നല്ല റിസൾട്ടാണ് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരേ വലിപ്പമാണ്, എല്ലാതും ഒരേ വലിപ്പമാണ്. അതായത് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പൊട്ടിക്കുന്ന തോറും വലിപ്പം കൂടിയിട്ടാണ് വരണത്. ഓ, നമുക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉറപ്പ് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം വരും, റിസൾട്ട് വരും, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും. ഞങ്ങളെ വിശ്വസിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കാനാണ് ഞങ്ങൾ ഉണ്ണീഷഞ്ഞാൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ണീഷഞ്ഞാൻ്റെ മുന്നേ പരിചയമൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ഇതിലെ പോയ സമയത്ത്, പങ്കുറ്റിപ്പാടത്തെ കൂടെ പോയ സമയത്ത് ആളെ കണ്ടു, ആളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ ആൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത സമയത്ത് ആൾക്ക് വിശ്വാസം വന്നു. ഞങ്ങൾ അറിയും കൂടി ഇല്ല, എന്നിട്ട് കൂടി ഞങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ചു. ഞങ്ങളുടെ കർഷകരെ സംബന്ധിച്ച് നമ്മളുടെ കമ്പനി പറഞ്ഞതാണ്, കർഷകരുടെ കീശ കാലിയാവാതെ കൃഷി ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മളെല്ലാം തന്നെ. എല്ലാം നാനോ ടെക്നോളജി വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം. എന്താ പറയുക, നമ്മളെ ഗ്രോ മാജിക് ആണെങ്കിൽ ഒരേക്കറയ്ക്ക് 100 ഗ്രാം മതി എന്നുള്ളതാണ്. അതുപോലെ ഭൂവസ്ത്ര ആണെങ്കിലും അതൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭൂവസ്ത്ര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്നിട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള കീടങ്ങളെ നശിപ്പിക്കുക എന്നുള്ള കർമ്മമാണ് അത് ചെയ്യണത്. മണ്ണിനെ ഫലപുഷ്ടിയാക്കി മാറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചെയ്യണത്. അപ്പം അത്രയധികം റിസൾട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ സന്തോഷം തന്നെയാണ്. ഞങ്ങൾ ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും ഉപയോഗിച്ച തോട്ടമാണ് കാണുന്നത്. ആ തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വെണ്ടക്കായാണ് ഇത്. ഈ വെണ്ടക്കായ്ക്ക് മൂപ്പില്ല, കണ്ട, മൂപ്പില്ല. അതേസമയം ഈ ഗ്രോ മാജിക്കും ഭൂവസ്ത്രമൊന്നും ഉപയോഗിക്കാത്ത വേറൊരു വെണ്ടയുടെ ആ ഹൈറ്റിനുള്ള വെണ്ടക്കായ, ഈ വെണ്ടക്കായും തമ്മിൽ നോക്കി, ഇത് മൂത്ത് കല്ലച്ച് പോയി. ഇത് മൊത്തം മൂത്ത് കല്ലച്ച് പോയി. ഇത് മൂത്തിട്ട് പോലും ഇല്ല, കിളുന്താണ്. അതിന്റെ
ഒരുമിച്ച് ഇങ്ങനെ വെയിലത്തേക്ക് വെച്ച് അതൊരു പച്ചപ്പ് കണ്ടോ അറിയാലോ. കണ്ടാ ഇത് പച്ചപ്പ്, ഇത് ഭയങ്കര ഡാർക്കും ഇത് ലൈറ്റും. ഇത്രയധികം വ്യത്യാസം നമ്മൾ ഈ ഉൽപ്പന്നങ്ങളോട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഉണ്ട്, കണ്ടാ വലിപ്പം കണ്ടാ അറിയാൻ പറ്റും. കണ്ടാ ഇത് നമ്മളെ കയ്യിലിരിക്കുന്നത് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഇന്ത്യാഗർ എന്നുള്ള ബ്രാൻഡിലുള്ള ഓർഗാനിക്കായുള്ള വിഷായുർവേദം ബേസിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള റിസൾട്ടും മറ്റേത് ഉപയോഗിക്കാത്തതിൻ്റെ ഉള്ള ഒരു മാറ്റമാണ് കാണുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എത്രയും ദൂരത്താണ് നിൽക്കണമെന്നുള്ളതാ ചേച്ചി. ഇത്രയും ദൂരത്തോളം ഇത് നട്ടിട്ടുണ്ട്. അതാൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വെണ്ടക്കായ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം പെട്ടെന്നുള്ള വളർച്ച വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൊട്ടിക്കാന്നാണ് ഇപ്പൊ സാധാരണ ഇതിൽ എങ്ങനെ പൊട്ടിക്കാറ് ഇവിടെ? ഇന്ന് പൊട്ടിച്ചു കഴിഞ്ഞാ നാളെ പൊട്ടിക്കില്ല. പിറ്റേ ദിവസം പിറ്റേ ദിവസം 2 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിട്ട് ഇപ്പൊ ബാലൻസ് നിക്കണ്ടാവും. അത് നല്ലതായിട്ട് അങ്ങോട്ട് കേറി പോരുന്നുണ്ട്. മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. അത് നമുക്ക് 1-2 ദിവസം, അതായത് ഇന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും പൊട്ടിക്കാം. ആയി കഴിഞ്ഞു. അപ്പൊ അത്രയധികം നമുക്ക് റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ്. അതല്ലേ ഒരു വിധവും ആയി. ഓക്കെ ഓക്കെ. അത്രയധികം റിസൾട്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ. വളരെ സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ. കാരണം നമ്മളെ വിശ്വസിക്കാനും അത് ഉപയോഗിക്കാനും തയ്യാറായതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം റിസൾട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഒരെണ്ണം പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കിയേ. ഞങ്ങൾ കഴിച്ചു നോക്കി ഒരെണ്ണം എടുത്തിട്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇത്തിരി നേരത്തെ എടുക്കണം. ആ പെട്ടെന്ന് മൂത്തൂല്ലേ? ഓ ഇതിപ്പോ പിടിച്ചു നോക്കി നിങ്ങൾ. ആ മൂത്തുണ്ട്. കണ്ടറിയാം. ഇത് 3 ദിവസത്തേക്ക് നിൽക്കരുത്. ഒന്നര എടുക്കണം. ഇനി പറ്റാണെങ്കിൽ തന്നെ ഡെയിലി എടുക്കാൻ പറ്റുന്നു. അപ്പൊ എല്ലാവരും ഉൽപ്പന്നങ്ങൾ മേടിക്കുക, ഉപയോഗിക്കുക. നിങ്ങളൊരു കർഷകനാണ്, ശരിയായിട്ടുള്ളൊരു കർഷകനാണ്, നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വില നോക്കാതെ, കാരണം നമുക്ക് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഇന്ത്യാഗർ എന്നുള്ള ബ്രാൻഡിലെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഒരേ അളവിലാണ് ഇതിൻ്റെ ഒരു വലിപ്പം വന്നേക്കണത്. ഒരേ വലിപ്പത്തിലാണ് എല്ലാത്തിലും വന്നേക്കണത് എന്നുള്ളതാണ്. അമേസിങ് റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ിക്കുന്നത് നമ്മൾ അതിനോട് ചേർന്ന് തന്നെയുള്ള പയറും കാര്യങ്ങളാണ്. ഈ ഒരു പയറിൽ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗ്രോത്ത് ആ സമയത്ത് കിട്ടിയായിരുന്നു എന്നുള്ളതാണ്. നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് ഇതിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെണ്ട തന്നെയാണ്. അവർ ഓൾറെഡി വെച്ചിട്ടുണ്ടായ വെണ്ടയാണ്. ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുമത്തെ ഒരു റിസൾട്ടാണ് കാണുന്നത്. അത് വലിയ രീതിയിലുള്ള റിസൾട്ട് അതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ വലിപ്പമാണ് വന്നിട്ടുള്ളൂ. കണ്ടറിയാൻ പറ്റും. ചെറിയൊരു വലിപ്പമാണ് എത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ 29/1/24 ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ണിഷിഞ്ഞാൻ്റെ സ്ഥലത്ത് വന്നായിരുന്നു. വെണ്ടയ്ക്ക കണ്ടു, ഞങ്ങൾക്ക് സന്തോഷമായി. അതുപോലെ തന്നെ പയറും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നമ്മളുടെ ഇവിടെ തുടക്ക സമയത്ത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു പയർ നട്ടിട്ടുണ്ടായിരുന്നു. ഈ പയറിൻ്റെ ചുവന്ന പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നട്ടിട്ട് ഏകദേശം ഒരു 10-30-40 ദിവസമായിരുന്നു. പൂവിട്ട സമയത്താണ് ഞങ്ങൾ ചെല്ലണത്. ആ സമയത്ത് നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെല്ലിൽ നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ച സമയത്ത് ആ നെല്ലിൽ അടിച്ച സമയത്ത് തന്നെ നമ്മളെ ഗ്രോ മാജിക്കും അതുപോലെ തന്നെ MI സ്പ്രേ പ്ലസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു നമ്മളെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഈ പയറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബൂസ്റ്റർ ഒന്നും ഇടാൻ സാധിച്ചിട്ടുണ്ടായില്ല. എങ്കിൽ കൂടെ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുന്ന കണ്ടീഷനിൽ നമ്മൾ അടിച്ചു കൊടുത്തു. അതിൽ മാറ്റം ഉണ്ടാകുന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിലൊരു വേരിയേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ സ്ഥലത്ത് വന്ന് നോക്കിയ സമയത്ത് ഇവിടെ നമ്മളൊരു ഓൾറെഡി ഈ കൃഷി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ച സമയത്ത് ആ ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ല അത്യാവശ്യത്തിൽ നീളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ചുവന്ന പയറിൽ നല്ല നീളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തുടക്കം തന്നെ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ പ്രോട്ടീൻ എടുക്കാനും ഈ ഒരു നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഗ്രോത്ത് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൗണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ എത്രയധികം സന്തോഷം എന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ നെല്ലിലാണെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. നെല്ലിലാണെങ്കിൽ ചുനപ്പൊക്കെ ഏകദേശം 45ഓളം ചുനപ്പ് വന്നിട്ടുണ്ട് നമ്മൾ നോക്കിയ സമയത്ത്, കട പൊട്ടി വരുന്നത്. അപ്പോൾ അത്രയും നല്ല റിസൾട്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ എന്നുള്ള ബ്രാൻഡിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വൃക്ഷായുർവേദം ബേസിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് ആണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പൊട്ടിച്ച് വന്നേക്കണം. ഒരു നീളം കാണിച്ച സാർ, ഷഫി സാർ, അത്യാവശ്യം നീളം കിട്ടിയിട്ടുണ്ട്. മുന്നത്തേക്കാൾ അപേക്ഷിച്ച് നല്ലൊരു നീളം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അമേസിങ് റിസൾട്ടാണ്. അതാണ് നമ്മൾ ഉണ്ണീഷൻ ചേട്ടൻ ആളുടെ മാങ്കുറ്റിപ്പാടത്താണ് നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തേക്കണേ, മാങ്കുറ്റിപ്പാടം. ഓക്കെ, നമസ്കാരം. അപ്പോൾ ഇന്നലെ 29/1/2024 നമ്മൾ ഉണ്ണീഷൻ ചേട്ടൻ്റെ സ്ഥലത്ത് വന്നു. നമ്മളെ വെണ്ടയ്ക്ക വിളവെടുത്തു, അതുപോലെ തന്നെ പയർ വിളവെടുത്തു. മൂന്നാമത്തെ പ്രാവശ്യം എടുത്ത വിളവാണത്. മൂന്നാമത്തെ പ്രാവശ്യം എടുത്ത വിളവാണ് ഇപ്പോഴാണ് നമ്മൾ വന്ന് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇതാണ് റിസൾട്ട്. എല്ലാം അത്യാവശ്യം അതിൻ്റെ പരമാവധി വലിപ്പത്തിലേക്കെല്ലാം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സാറിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു അളവ് കാണിക്കുക. അതായത് നമ്മൾ ഏതെടുത്താലും 4, 8, 10 2-3 ഒരുമിച്ചെടുത്ത് കാണിക്കും. അതിൽ നിന്നുള്ള റിസൾട്ടാണ്. അത്യാവശ്യം എല്ലാം ഒരേ വലുപ്പത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പരമാവധി വലുപ്പത്തിലാണ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഇതൊരു 10 കിലോൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളതാണ്. തൂക്കം നോക്കി യഥാർത്ഥമായിട്ടുള്ളത് പറയാം. ഇപ്പോൾ നമ്മൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഈ സൈഡിൽ കാണുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള റിസൾട്ടും, ഈ സൈഡിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ഒറ്റടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ സൈസ് ഉള്ളത് വന്നേക്കണത്. ബാക്കിയൊക്കെ സൈസ് കുറവായിട്ടാണ് വന്നേക്കണത്. ലാസ്റ്റ് അടിച്ചു കൊടുത്ത നമ്മൾ ഇതിന് അടിച്ചു കൊടുത്ത സമയത്ത്, ഇതിൻ്റെ ഇപ്പോൾ ഒരു 20 ദിവസം മുന്നേ അടിച്ചു കൊടുത്ത സമയത്ത്, ഗ്രോ മാജിക് അടിച്ചു കൊടുത്ത സമയത്ത് നമ്മൾ ഇതിനും ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിലേക്ക് അത്യാവശ്യം ഗ്രോത്ത് കുറച്ചാണ് ഇതിന് വന്നിട്ടുള്ളത്. ബാക്കി മുമ്പത്തെ ഇതൊക്കെയാണ് ഈ കാണുന്നത്. മുമ്പത്തെ ഇതാണ് കാണുന്നത്. വലിയ റിസൾട്ട് വന്നിട്ടില്ല. അത്രയും തന്നെയാണ് ഇതിൻ്റെ മാറ്റം എന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു 2 കിലോനോളം ഇവിടുത്തെ പുറത്തെ വെണ്ടയ്ക്ക വരുന്നുണ്ട് ഏകദേശം. ബാക്കിയൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വെണ്ടയ്ക്കയാണ്. എത്ര കിലോ ഉണ്ട്? എത്രയ്ക്ക്? 10 കിലോയ്ക്ക് ഒരു 200 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ. 10 കിലോനുണ്ട് ഏകദേശം എന്ന് പറയുന്നത്. മാർക്കറ്റിലേക്ക് അത് കൊണ്ട് കൊടുത്തപ്പോൾ ഞങ്ങളും കൂടെ പോയിട്ടാണ് കൊടുത്തത്. അപ്പോൾ കണ്ടൊരു സന്തോഷം എന്ന് പറയുന്നത്, മറ്റെല്ലാവരും ചെയ്തേക്കാളും നല്ല ക്വാളിറ്റിയുള്ള പയറുമാണ് വെണ്ടയ്ക്കാണ് നമുക്കിവിടെ കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് മാർക്കറ്റിൽ കണ്ടൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. നമുക്ക് നല്ല കളറില്ലേ. ഇതൊക്കെ ഇന്നലെ എടുത്തതാണ്. ഇത്ര ഹൈറ്റ് വന്നിട്ടുള്ളൂ ഇപ്പൊ. ഈ ഹൈറ്റിൽ തന്നെ അല്ല, ഈ ഹൈറ്റിൽ തന്നെ ഒരു 100 കിലോന്റെ അടുത്തോളം എടുക്കല് കഴിഞ്ഞു. ഇത് മൊത്തം നല്ല വെണ്ടയൊക്കെ നല്ല അടിപൊളി വെണ്ട പറഞ്ഞു. അത് ചെറുത് വീഡിയോ എടുത്തിട്ടുണ്ട്, വിരായിലുണ്ട്. നല്ല പൊട്ടിച്ച എത്ര വെണ്ടക്കായ കണ്ടെന്ന് 10 വലിപ്പം. ഇതേ 10 വലിപ്പത്തിലാണ് എല്ലാത്തുമേ ഉള്ളത്. ചെറുതൊരെണ്ണം വലുതല്ല, ഒക്കെ ഒരേ സൈസിലാണ് വരണേ. അത് മാത്രല്ല ടേസ്റ്റും കട്ട് ചെയ്യാനുള്ളതാ. ഇതൊക്കെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജൈവവളം ഉപയോഗിച്ച പോലെ. മറ്റേ വളം കൂടുതൽ ഇഷ്ടമല്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉണ്ണിയേണ്ട നമ്മളുടെ ഒരു കൃഷി ചെയ്ത വെണ്ട കൃഷി ചെയ്ത സ്ഥലത്താണ് വന്നേക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 29-ാം തീയതി ലാസ്റ്റ് വന്നിട്ടുണ്ടായത്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും വന്നേക്കണത് 4-ാം തീയതി 4/2/24 ഇപ്പോൾ വന്നേക്കണത്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ടുണ്ടായി 29/1/2024 നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ടായത്. അപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയത്. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്ന് നോക്കിയ സമയത്തും വെണ്ടയ്ക്ക് വലിയ രീതിയിലുള്ള വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ കൂട്ടിയ സ്ഥലത്തിനേക്കാളും വലിയ രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതറിയാൻ പറ്റും. നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല വലിപ്പവും നല്ല ഗ്രോത്തും കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും അതേപോലെ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കണേ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്.
സാധാരണ കുറ്റിപ്പയർ ഈ വലിപ്പം ഉണ്ടാവുള്ളൂ. ആ പയറിൻ്റെ വലിപ്പം പൂർണ്ണ വളർച്ചയെത്തിയ പയറിൻ്റെ വലിപ്പം കണ്ടോ, എത്ര നാളോ നീളം കൂടുതലാണ്. എല്ലാത്തിലും അങ്ങനെയാണ്, പയറുണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നോക്ക് വലിപ്പം നോക്ക്, ഇതിൻ്റെ അമേസിങ് റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. എല്ലാത്തിലും അതേപോലെ തന്നെയാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തും ഓരോ ഏരിയയിലും എല്ലാത്തിലും ഒരേപോലെയാണ് റിസൾട്ട്. അടിക്കാത്തതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ വളഞ്ഞ് പിളിഞ്ഞ് വലിപ്പം വരാതെ നിൽക്കുന്നൊരവസ്ഥയാണ് നിൽക്കണേ.